അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പുര യാത്രയിൽ നമ്മളെ EV കാർ ചാർജ് ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെ എല്ലായിടത്തും തേടി അവസാനം ഒരു റിസോർട്ട് കിട്ടി. SL റിസോർട്ട് എന്ന് പറഞ്ഞാൽ ബന്ദിപ്പുരക്കാട്ടിന് തൊട്ടടുത്തുള്ള റിസോർട്ടാണ്. 6.5 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 30ഓളം കോട്ടേജുകളുള്ള റിസോർട്ടാണ്. ഇപ്പോൾ സെലിബ്രിറ്റികളെല്ലാം വന്നാൽ ഇവിടെയാണ് താമസിക്കാറ്. കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ദർശൻ, ശിവരാജ് കുമാർ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് എല്ലാം വന്നാൽ ഇവിടെ താമസിച്ച് ഇവിടുന്ന് തന്നെ സഫാരിക്ക് പോകാനുള്ള അറേഞ്ച്മെൻറ്റും ഈ റിസോർട്ടുകാർ ചെയ്തു കൊടുക്കുന്നതാണ്. സാധാരണ നമ്മൾ ബന്ദിപ്പുര പോയാൽ 1.5 മണിക്കൂറാണ് നമുക്ക് സഫാരി കിട്ടൽ. പിന്നെ റിസോർട്ടുകാർ നമുക്ക് 2.5 മണിക്കൂർ ഉള്ള സഫാരിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരാൾക്ക് ഏകദേശം 2500 രൂപ ആണ് ഇത്. അപ്പോൾ ഇവിടുന്ന് ഇവരെ വണ്ടിയിൽ സഫാരി ക്യാമ്പിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് റിസോർട്ടിൽ താമസിപ്പിക്കുന്ന ആൾക്ക് 2.5 മണിക്കൂർ കാട് മൊത്തം കാണാനുള്ള സൗകര്യം. അപ്പോൾ ഈ റിസോർട്ടിൽ താമസിക്കാൻ ഒരു ദിവസം വരുന്ന റെൻറ്റ് എന്ന് പറഞ്ഞാൽ 15,000 രൂപയും GST ആണ്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബന്ദിപ്പുര കാട്ടിൽ ചേർന്നിട്ടുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് മാനുകളൊക്കെ പട്ടാപകലും മാനുകളൊക്കെ കാണാം. മാനുകളൊക്കെ റിസോർട്ടിൻ്റെ പരിസരത്ത്, ഇത് റിസോർട്ടിൽ തന്നെയാണ് ഈ മാനുകളൊക്കെ ഇപ്പോൾ വിഹരിക്കുന്നത്. ഒരുപാട് മാനുകളുണ്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ കരടി, പുലി, കടുവ അങ്ങനെയൊക്കെ സൈറ്റിങ് കിട്ടുന്ന സ്ഥലം കൂടിയാണ് ഈ റിസോർട്ട്. പിന്നെ ഇവിടെ നല്ലൊരു സ്വിമ്മിങ് പൂളുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകം, വലിയവർക്കും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്വിമ്മിങ് പൂൾ സൗകര്യം കൂടിയുണ്ട്. പിന്നെ ഭക്ഷണം, പിന്നെ അഡീഷണലായിട്ട് നമുക്ക് അതിന് പേ ചെയ്താൽ ഭക്ഷണത്തിനുള്ള സൗകര്യമുണ്ട്. നല്ല ഇത് കെയറിങ് ഉള്ള സ്റ്റാഫാണ് അവിടെ നിന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ 1 മണിക്കൂറോളം കാറ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് സംസാരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. വളരെ നല്ല രീതിയിൽ വൃത്തിയിലുള്ള ഒരു റിസോർട്ടാണ് SL റിസോർട്ട്. SL റിസോർട്ട് എന്ന് പറഞ്ഞാൽ ബന്ദിപ്പുര കാടിൻ്റെ എൻട്രൻസിൽ കിടക്കുന്ന റിസോർട്ട് കൂടിയാണ്.